ഹലോ ഹലോ. ഹലോ ലിയാഖത്തെ, അതെ ഫ്രീ ആണോ? അതെ. ഹലോ ഹലോ ലിയാഖത്ത്, ഫ്രീ അല്ലേ? അതെ, ആരാണ്? നമ്മൾ മിഞ്ഞാന്ന് സംസാരിച്ചില്ലായിരുന്നോ? ഈ യൂട്യൂബിലൊക്കെ ഇട്ടത് ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? ആ എനിക്ക് തെളിവൊക്കെ വിട്ടു തന്നില്ലായിരുന്നു. ആ അപ്പൊ നീ ആശയ സംവാദം നടത്താന്ന് പറഞ്ഞല്ലോ. ആശയ സംവാദം. നമുക്ക് നീ വാട്സപ്പിൽ എനിക്ക് മറുപടി തന്ന അങ്ങനെയല്ലേ? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞ മറുപടിയൊക്കെ കേട്ടു. അതിനുള്ള റിപ്ലൈ അട്ടിന്നൊരു ചിരി. അല്ല, ഞാനെന്നാ പിന്നെ നേരിട്ടാണ് ചോദിക്കാലോ വെച്ചിട്ടാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ചോദിച്ചോളെ. ഞാനന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ് ലിയാഖത്ത് വിട്ടുന്ന തെളിവുകൾ ഒന്നും തെളിവായി മാറൂല എന്നുള്ളത്. നിങ്ങൾ നുണ പറഞ്ഞ നിങ്ങൾക്ക് മാത്രമേ തെളിവാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് അല്ല നുണ തന്നെ ആയിരിക്കും. അല്ല ഞാൻ ലിയാഖത്ത് വിട്ട ആ 100 ലക്കില്ല 3 പേജില്ലേ, അതിലേ ചോദിക്കുന്നു. ഇതന്നെ ചോദിക്കണേ. നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പൊ എന്താ ഉള്ളത്? അല്ല, നിങ്ങളിപ്പോ എന്തായാലും അതിലൊരു മഹാസംഭവമായിട്ട് കണ്ടുപിടിച്ച അതിനുള്ള മറുപടി ഇട്ടുക്കണ, ഒരു സ്മൈലി ഇട്ടുക്കണേ. 4-5 ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എത്ര ചോദ്യം വേണമെങ്കിൽ ചോദിച്ചോളൂ. ആ. അല്ല, അത് കൊള്ളയടിക്കാൻ സംഘാണ് എന്ന് പറഞ്ഞു വെക്കാനാണല്ലോ നീ ആ ഇതിട്ട്. നിനക്കും കൂടി വിശ്വാസമുള്ള ആധികാരികമായിട്ടുള്ള തെളിവായിട്ടാണല്ലോ നീ വിട്ട്. അതുകൊണ്ട് ആ പേജിൽ നിന്നേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ ചോദിച്ചോളേ. അപ്പൊ അതില് ആ കച്ചവട സംഘങ്ങളിലെ മക്കാരല്ലാത്ത വേറെ ഏതെങ്കിലും കച്ചവട സംഘങ്ങൾ നേരിട്ടിട്ടുണ്ടോ ക്രിസ്തുവിന്റെ? കച്ചവട സംഘക്കാരെന്ന് പറഞ്ഞാൽ ആ വഴി കടന്നു പോകാൻ മക്കാര് മാത്രല്ലേ ഉള്ളൂ. അതിന്റെ ചുറ്റുമുള്ള ഒരുപാട് ഗോത്രങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. തബൂക്കിലേക്ക് ഞാൻ ചോദിക്കുന്നതിന് പറയും, ആ പുസ്തകം ആ 3 നീ അയച്ചെന്ന 3 പേജിൽ എല്ലാ സംഭവം ഉണ്ടാവില്ലല്ലോ. അതിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോന്ന് ചോദിച്ചു. എങ്ങനെ? നീ തന്ന 3 അതിലുണ്ടല്ലോ. മുഹമ്മദ് നബി കൊള്ളയടിച്ചിട്ടുണ്ടോ? ഞാനാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ. 3 പേജിൽ മുഹമ്മദ് നബി 10 കൊല്ലം 90ഓളം അക്രമങ്ങളും കൊള്ളകളും നടത്തിയതിന്റെ മുഴുവൻ ഹിസ്റ്ററി 3 ഉണ്ടാവുമോ? ലിയാഖത്തെ, ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നീ എനിക്ക് തെളിവായി വിട്ട് തന്ന ആ പേജ് ഞാൻ വായിച്ച, അതിൽ നിന്നാണ് എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ അതിൽ നിന്ന് മാത്രമേ ഉത്തരം പറഞ്ഞിട്ട് നീ പറയാനുള്ളത് പറഞ്ഞോ. നിങ്ങൾ ചോദ്യം എന്താണ്? അതാ ഞാൻ ചോദിച്ചത്, മറ്റ് കച്ചവട സംഘങ്ങളെ നേരിട്ടുണ്ടോന്ന്. ഷാമിലേക്കുള്ള യാത്രാ സംഘം പോകുന്ന വഴിയാണ്. മക്കാരായ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത് അതിനെ കുറിച്ചല്ലേ പറയാ. ഈ ചോദ്യത്തിന് അതിന് കൃത്യമായിട്ട് അതിനുണ്ടോ ഇല്ല എന്നുള്ളത് തീരെ ബുദ്ധി ഇല്ലാത്തതാണോ? നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത പോലെ അഭിനയിക്കണാണോ? അല്ല, ഞാൻ ചോദിക്കുന്നതിന് ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നിടത്ത് ഒരു മിനിറ്റ്, ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മള് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നടന്ന വിവരണം ഒന്നും വേണ്ട. അപ്പോ അതില് മറ്റു കച്ചവട സംഘങ്ങളെ എന്താണ് മനുഷ്യ, മക്കാരായ മനുഷ്യരെ കൊള്ളയടിച്ച കഥ എഴുതുന്നിടത്ത് എല്ലാ സംഭവം കൂടി അതിനകത്ത് എഴുതാൻ പറ്റുമോന്ന്? ഇല്ല. ഓക്കെ, സമ്മതിച്ചു. മനസ്സിലായോ? അത് വേറെ പേജിലുണ്ട്. തബൂക്ക് യുദ്ധത്തിന് പോയിട്ട് പറഞ്ഞുതരാം. തബൂക്ക് യുദ്ധമല്ല. എന്റെ ചോദ്യം അതുകൊണ്ടാണ് ഞാൻ വാട്സപ്പിൽ നീ വരുന്ന വിചാരിച്ചത്. വാട്സപ്പിൽ നീ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. മുഹമ്മദ് നബി മക്കാരുടെ മാത്രമേ സമ്പത്ത് പിടിച്ചെടുത്തിട്ടു എന്നുള്ളതാണോ നിങ്ങളെ വാദം? അതില് മക്കയിൽ കുർസുബിന് ജാബിർ മദീനയിൽ വന്ന് സ്വത്ത് കൊള്ളയടിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചോളൂ, ആ പേജിന് വായിച്ചാണി. കുർസുബിന് ജാബിർ മദീനവാസികളുടെ സ്വത്ത് കൊള്ളയടിച്ചു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങൾ വായിച്ചോളി, ഞാൻ ചോദിക്കല്ലോ. നിങ്ങളിപ്പോ പറഞ്ഞതല്ലേ. നിങ്ങളൊരു വാദം മുന്നോട്ട് വെക്കുമ്പോ നിങ്ങൾ അതിന് ഉത്തരം വായിക്കണ്ടേ? നിന്റെ അടുത്തുണ്ടല്ലോ പേജ്, വായിച്ചു. നിങ്ങൾ വായിക്ക. ഏത് പേജിലാണ്? 137 ഫസ്റ്റിൽ. നമ്പർ എത്രാമത്തെയാണ്? ലാസ്റ്റ് പറഞ്ഞേ. ഞാൻ ആ ലെറ്റർ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാനത് വായിച്ചെന്ന ചോദ്യം ചോദിക്കുന്നത്. മക്കയിലുള്ള കുർസുബിന് ജാബിർ മദീന നിവാസികളുടെ സ്വത്ത് മദീനയിൽ വന്ന് കൊള്ളയടിച്ചു പോയിട്ടുണ്ടോന്നാ ചോദ്യം. അതാണ് ചോദിക്കുന്നത്. എവിടെയാ നിങ്ങൾ പറയണേന്ന്. ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? ഉണ്ടെങ്കിൽ തന്നെ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? ഉണ്ടോ ഇല്ലേ എന്നുള്ള ചോദിച്ചത്. നിങ്ങളെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് പറയും മനുഷ്യൻ. നിങ്ങൾ എന്തെങ്കിലും ബേജാറാവണ്? എങ്ങനെ? നിങ്ങളെ മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. എന്താ നിങ്ങൾ ഇങ്ങനെ ബേജാറാവണം? എന്തിനാ? 900. ഒരു മിനിറ്റ്. ഇത് വാട്സപ്പിൽ നിങ്ങളെ നമ്പർ ഒന്ന് തെരഞ്ഞെടുക്കാനാണേ. നൂറ്റി 137 അല്ലേ 141? നീ എനിക്ക് 3 പേജാ വിട്ടെന്ന്. നിങ്ങളെ നോക്കിട്ട് വായിക്കും മനുഷ്യ. അത് മൊത്തം ഞാൻ പേജിൽ നിന്ന് വായിക്കണം. അപ്പൊ അല്ല, നിനക്ക് നോക്കാലോ. നീ അല്ല അന്ന് വായിച്ചിരുന്ന മൊത്തം. നിങ്ങൾ പറയുന്ന കാര്യം ഏതാന്നാണ് ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ.
അത് ഞാൻ പറയുന്ന കാര്യം തന്നെ. കുർസുബിന് ജാബിർ മക്കയിൽ നിന്ന് വന്നിട്ട് മദീന നിവാസികളുടെ സ്വത്ത് കൊള്ളയടിച്ചിട്ടുണ്ടോന്നാ ചോദിച്ച്. അതില് പിന്നെ ഒന്നാം ബദർ എന്ന് പറഞ്ഞ സാധനമായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. നീ എനിക്ക് എന്ത് കാര്യത്തിലാ വിട്ടുന്ന അണ്ടർലൈൻ ചെയ്ത് വിട്ടെന്ന കാര്യം അതിനകത്തല്ല. അതിൽ ഒന്നാം ബദറിലായിരിക്കും നിങ്ങൾ പറയുന്ന സംഭവം ഉണ്ടാവുക. അതായത് ഒരാള് വന്ന് മേച്ചിൽപ്പുറത്തിൽ വന്ന് ഒരാൾ എന്തോ കൊള്ളയടിച്ചിട്ട് പോയി എന്ന വിവരം അറിഞ്ഞിട്ട് മുഹമ്മദ് നബി അയാളെ അന്വേഷിച്ച് പോയി. മീൻസ് ആളെ പറഞ്ഞയച്ചു. ലിയാഖത്ത് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് വിട്ടു തന്നത് ഒന്നാം ബദർ. ഒരാളെ വധിച്ചു, 2 ആളെ ബന്ധനസ്ഥനാക്കി, അവരുടെ ഒട്ടയങ്ങളെയും തെളിച്ചു പോയി. അതാണ് ആദ്യത്തെ മുസ്ലിം ഇസ്ലാമിലെ ഗനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിരുന്ന കാര്യം ഉണ്ടല്ലോ. അതിന്റെ തൊട്ട് മുമ്പ് പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ ഒന്നാം ബദർ. ഞാൻ പറയട്ടെ, ഞാനാണല്ലോ ചോദ്യം ചെയ്യുന്നത്. ഒന്നാം ബദർ ഇനി ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സംഭവമായിട്ട് എന്താ ഇതിന് ബന്ധം? ലിയാഖത്ത് ഉരുണ്ട് കളിക്കരുത്. ഈ സംഭവമായിട്ട് നിങ്ങൾ ഒരു കാര്യം സംസാരിക്കുന്നതിലല്ല ശ്രദ്ധ, ബഹളം ഉണ്ടാക്കുന്നതിലാണ്. പോയിന്റുകൾ വെച്ച് സംസാരിക്കുന്നവർക്ക് ബഹളം വെക്കേണ്ട കാര്യമില്ല. വാട്സപ്പിൽ ചോദിക്കാന്ന് വെച്ചത്, പക്ഷെ വാട്സപ്പിൽ ലിയാഖത്ത് വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഫോൺ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ വാദം? ഒന്നാം ബദർ. ഇനി നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ സംഭവം ഒന്നാം ബദർ എന്ന ടൈറ്റിൽ എഴുതിയതാണോ അല്ലേതാണ് ചോദ്യം. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ലിയാഖത്ത് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് വിട്ടു. എന്റെ മനുഷ്യ, അതിനെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആകെ നിങ്ങൾക്ക് 3-4 പേജല്ലേ തന്നത്. അതിൽ ഒന്നാം ബദർ എന്ന ടൈറ്റിലിന് താഴെയാണോ ഈ സംഭവം വിവരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. 2ാമത്തെ പേജിൽ ഒന്നാം ബദർ, 2ാമത്തെ സെന്റൻസ്. ലിയാഖത്ത് അണ്ടർലൈൻ ചെയ്ത് തന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ കൊള്ളയടി. ഞാൻ നിങ്ങൾക്ക് കൊള്ളയടിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഞാൻ നിങ്ങളടുത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്ന സംഭവത്തിൽ ഈ കഥ പറയുന്നില്ല. ഉണ്ട്, അതിന് തൊട്ട് മുമ്പ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് എടുത്ത് നോക്കാനുള്ള മനസ്ഥിതി ഇല്ല സുഹൃത്തെ. ആ സംഭവമാണ് നിങ്ങളോട് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഒന്നാം ബദർ എന്നൊരു സംഭവം മനസ്സിലായോ? ഞാൻ ചോദിച്ചെന്തറിയോ, ലിയാഖത്ത് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് വിട്ടു തന്നില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ കൊള്ളയടി. അല്ല അതിൽ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഞാൻ അയച്ചെന്ന ഫോട്ടോ ഇപ്പം തിരിച്ചയച്ചു തന്നെ. ഒന്നാം ബദർ പറഞ്ഞ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള തെളിവും കൂടി നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞോളൂ. വായിക്കുമ്പോ വായിക്കണം എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കരുത്. മാന്യമായ രീതിയിൽ സംസാരിക്കാൻ പഠിക്കണം ആദ്യം. ഒരു കാര്യം സംസാരിക്കുമ്പോ റേഡിയോ പോലെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വാട്സപ്പിൽ ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളോട് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഒരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വാട്സപ്പിൽ ഞാനൊരു ഫോട്ടോ ഇട്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇങ്ങോട്ട് റിപ്ലൈ ആയിട്ട് അതിൽ പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞിട്ട് ലിയാഖത്ത് എനിക്ക് അതിനോട് മറുപടി ഒന്നും തരാത്തോണ്ടാണ് ഞാൻ പറയണത്. മദീനക്കും മക്കൾക്കും ചുറ്റും മുഹമ്മദ് മാത്രമേ കൊള്ള നടത്തിയിട്ടുള്ളൂ എന്നുള്ള വാദമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? നിങ്ങൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട കഥ പറയും മനുഷ്യ. ലിയാഖത്തെ ഞാൻ പറയുന്നത് കേൾക്ക്, ബേജാറാവല്ലേ. മുഹമ്മദ് മാത്രമേ കൊള്ള നടത്തിയിട്ടുള്ളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞോ? ഞാൻ പറയട്ടെ, മുഹമ്മദ് എന്നൊരു കൊള്ളക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അതിന് മറുപടി പറയും. അല്ല അത് പറയും. ഇനി വേറെ ഒരാൾ കൊള്ള നടത്തിയെങ്കിൽ മുഹമ്മദ് കൊള്ള നടത്തിയിട്ടില്ല എന്നുള്ള തെളിവാണോ? ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പറയണില്ലല്ലോ. നിങ്ങൾ വെറുതെ ബടായി പറയല്ലേ, ബഹളം വെക്കല്ലേ. തോക്കിൽ കയറി വെടിവെക്കല്ലേ. നിങ്ങള് ആദ്യം മാന്യമായ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കൂ. ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യൂ. എന്നിട്ട് നിങ്ങളുടെ പോയിന്റ് ഓരോന്നായിട്ട് പറയൂ. പോയിന്റ് പറയാൻ ലിയാഖത്ത് സമ്മതിക്കുന്നില്ല. ഇത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ലിയാഖത്തിനോട് ഞാൻ പറയുന്നു, മക്കയിൽ നിന്ന് കുർസുബിന് ജാബിർ മദീനയിൽ വന്ന് കൊള്ളയടിച്ചത് നീ അണ്ടർലൈൻ ചെയ്ത് വെച്ച ഞാൻ അണ്ടർലൈൻ ചെയ്ത പേജിലല്ല അതുള്ളത്. അത് ഒന്നാം ബദർ എന്നൊരു സംഭവം ചരിത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയണത് നുണയാണ്, തെറ്റാണ്. അല്ല ഞാൻ നിനക്ക് തെളിയിച്ചു തരാം ആ പുസ്തകത്തിൽ തന്നെ. നിങ്ങൾ തെളിയിക്കണ്ടേ? ആ പുസ്തകത്തിൽ ഒന്നാം ബദർ എന്ന രീതിയിൽ ഒരു ടൈറ്റിലിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. എന്റെ ലിയാഖത്തെ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് ലിയാഖത്ത് പറഞ്ഞോ. ഒന്നിട്ട് പറഞ്ഞിട്ട് കംപ്ലീറ്റ്. അതിന്റെ ഇടയിൽ വെറുതെ വേറെ സ്റ്റേറ്റ്മെന്റുകളൊന്നും പറയരുത്. വ്യക്തിപരമായ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇടപെടും. നിങ്ങൾ സംഭവം ഞാൻ പറയുന്നത് കേൾക്കുക. ഈ ലിയാഖത്ത് അണ്ടർലൈൻ ചെയ്ത് വിട്ടത് അബ്ദുല്ലാഹിബിൻ ജയ്ഷിന്റെ നേതൃത്വത്തിൽ 8 ആള് പോയതില് 2 പേര് പോയത് ഈ കുർസുബിന് ജാബിർ മദീനയിൽ വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ സ്വത്തുക്കൾ അവരുടെ ഒട്ടയങ്ങളെയും തെരഞ്ഞിട്ട് 2 പേര് അതിൽ പോകുന്നുണ്ട്.
മക്കയിൽ വെച്ചിട്ട്. അപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് മക്കയിൽ കുർസുബിന് ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ നഷ്ടപ്പെട്ട ഒട്ടകം തെരഞ്ഞു പോയതാണെന്ന്? അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. തെളിവ് പറയും. തെളിവ് നീ തന്ന പുസ്തകത്തിലുണ്ട്. എവിടെ? അതിന്റെ അവസാനം അതിന്റെ അവസാനം വീണ്ടും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ലാസ്റ്റിലേക്ക് വരുന്നത് ഇപ്പോഴേ പറഞ്ഞുതരാം. രണ്ടുപേരെ ബന്ധനസ്ഥനായി കൊണ്ട് അവരെ മോചിപ്പിക്കാൻ ഈ ഒട്ടകത്തെ തെരഞ്ഞുപോയ 2 പേർ തിരിച്ചു വന്നതിന് ശേഷമാണ് റസൂൽ അവരെ മോചിപ്പിച്ചത്. അതിൽ ഒരാൾ മുസ്ലിമായി അവിടെ തന്നെ താമസിക്കുകയും ചെയ്തു, ഒരാൾ അമുസ്ലിംസായിട്ട് തിരിച്ചുപോയി. ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഇല്ലല്ല, ഈ ചോദ്യം ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോയാൽ എങ്ങനെ? നിങ്ങൾ തൊള്ളവടായി പഠിച്ചിട്ട് പോയാ പോരല്ലോ. കാര്യങ്ങൾ തെളിവായിട്ട് പോണ്ടേ? ലിയാഖത്തിന്റെ കയ്യിലില്ലേ പുസ്തകം? നിങ്ങൾ പറഞ്ഞത് നുണയാണ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞ കാര്യത്തോടുള്ള എന്റെ പ്രതികരണം കേൾക്കാൻ നിങ്ങൾക്ക് പേടി? ഓക്കെ. 1-ാം ബദർ എന്ന രീതിയിൽ ഒരു ടൈറ്റിലിൽ തന്നെ ഇതൊരു ചെറിയ പാരഗ്രാഫ് ആയിട്ട് അവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബി ആളെ പറഞ്ഞയച്ചു എന്നും ആരോ ഒരാൾ വന്ന് കൊള്ള ചെയ്തു പോയി, അല്ല മേച്ചൽ പുറത്തുനിന്ന് എന്തോ കൊള്ള ചെയ്തു പോയി എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് അവരെ അന്വേഷിച്ച് അപ്പം തന്നെ ആളെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് അത് ആളെ കിട്ടിയില്ല, അവർ തിരിച്ചു വന്നു. അതവിടെ കഴിഞ്ഞു. ഇത് വേറെ സംഭവമാണ്. ഇനി ആ സംഭവത്തിൽ കൊള്ള ചെയ്തു പോയ വ്യക്തിയെ ഇതിനകത്ത് കൊല്ലുകയോ ബന്ധനസ്ഥനാക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ ബന്ദിയാക്കി പിടിച്ചതിലോ കൊല്ലപ്പെട്ടവരിലോ നേരത്തെ വന്ന് കൊള്ളയടിച്ചു പോയ ആളുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടാവില്ലല്ലോ. എങ്ങനെ? മദീനയിൽ വന്ന് കൊള്ളയടിച്ച് അയാൾ മക്കയിലേക്ക് പോവാണല്ലോ ചെയ്തത്. ഞാൻ ചോദിച്ചത് ബന്ധപ്പെട്ട ആളോ? ഒരു മിനിറ്റ് ചോദിക്കട്ടെ. നിങ്ങൾ പറഞ്ഞത് ഇതിന്റെ തുടർച്ചയാണ്. അതും ഇതും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണല്ലോ. കണക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ കൊള്ള ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആള്, അയാളെ ആണോ ഇവർ കണ്ടുമുട്ടിയതും സ്വത്ത് പിടിച്ചെടുത്തതും? അല്ല. അല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഇത് അങ്ങോട്ട് കണക്ട് ആവുക? അതാ പറഞ്ഞുതരാം. കണക്ട് ആണോ അല്ലേ എന്നുള്ളത് പറഞ്ഞുതരാം. പറഞ്ഞുതരാം. അബ്ദുല്ലാഹിബിൻ ജയ്ഷിന്റെ നേതൃത്വത്തിൽ 8 പേരെയാണ് സംഘത്തെ റസൂൽ നിയോഗിച്ചത്. എന്തിനായിരുന്നു? നിങ്ങൾ പറയും. എന്തിനാ? അല്ല, ചോദ്യം നിങ്ങൾ പറയൂ. ഒരു രാജ്യത്ത് വന്ന് ഒരു പ്രദേശത്ത് വന്നിട്ട് കൊള്ള ചെയ്തു പോയ ഒരു കൊള്ളക്കാരനെ തെരഞ്ഞു പോകുമ്പോ ഇത് നിങ്ങൾ ഇവിടുന്നൊന്നും പിന്നെ എന്താണ് കത്ത് തുറന്നു വായിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കത്ത് എഴുതി പോക്കറ്റിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്താ? കൊള്ളക്കാരൻ തെരഞ്ഞു പോയതാണോ? അല്ലേ? പിന്നെ ആരെ തെരഞ്ഞു പോയതാ? അത് എന്തിനാണ് നിയോഗിച്ചത്? നിങ്ങൾ ചോദിച്ചത് എന്തിനാണ് നിയോഗിച്ചത്? പറയും. നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ തെളിവില്ല. നിങ്ങൾ പറഞ്ഞതിന് വാദത്തിന് തെളിവില്ല. കളവ് പറയാണ്. നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. വളരെ സമാധാനത്തോടെ കേട്ടോട്ടോ. 1-ാം ബദറിൽ പറഞ്ഞ സംഭവവും ഈ 2-ാമത്തെ സംഭവവും തമ്മിൽ ബന്ധപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങളുടെ തൊള്ളപ്പുട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. അതായത് ഒരു വ്യക്തി അടങ്ങവിടെ ഒരു വ്യക്തി അവിടെ പിന്നെ വന്ന് എന്തോ കൊള്ളയടിച്ചു പോയി എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അയാളെ തെരഞ്ഞ് 2 പേരെ നബി പറഞ്ഞയച്ചു. അയാളെ കണ്ടു കിട്ടിയില്ല, അവർ തിരിച്ചു വന്നു. ആ സംഭവം അവിടെ ക്ലോസ് ചെയ്തു. ഇത് അടുത്ത സംഭവമായിട്ട് എഴുതുകയാണ്. ഓക്കെ. അടുത്ത സംഭവത്തിൽ വേറെ ആൾക്കാരെ മുഹമ്മദ് നബി വേറെ ഉദ്ദേശത്തിൽ പറഞ്ഞയക്കുന്നു. ആ പറഞ്ഞയക്കുന്ന ആളുകൾ വഴിയിൽ വെച്ച് കച്ചവടത്തിന് പോകുന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘത്തെ കാണുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ഒരാൾ ഓടിപ്പോവുകയും 2 ആളെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്തു. ഈ 4 പേരിൽ ആരെങ്കിലും ഒരാൾ നേരത്തെ വന്ന് കൊള്ളയടിച്ച സംഘത്തിലെ ആളാണോ അല്ലേ? കഴിഞ്ഞോ? അതാണ് ചോദ്യം. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മറുപടി പറയുന്നത് അല്ല, അതാണോ അല്ലേന്ന് പറഞ്ഞാൽ മതിയായി. നേരത്തെ വന്ന് കൊള്ള ചെയ്തു പോയ വ്യക്തിയാണോ ഈ 4-ൽ ഒരാൾ എന്നാണ് ചോദ്യം. എന്റെ ചോദ്യത്തിന് മാത്രം ഒരു പാരഗ്രാഫും നിന്റെ ചോദ്യത്തിന് ഞാൻ യെസ് ഓർ നോ പറഞ്ഞത് ശരിയല്ലല്ലോ. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞോളി. പക്ഷെ അതിനകത്ത് ഉത്തരം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. നീ ഇപ്പൊ പറഞ്ഞത് ആ പുസ്തകത്തിലുള്ളതല്ല, നീ കളവാണ് ഇപ്പൊ പറഞ്ഞത്. ഇടയ്ക്കറരുത്, നീ കളവാണ് പറഞ്ഞത്. അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് കുർസുബിൻ ജാബിർ കൊള്ളയടിച്ചു കുർസുബിൻ ജാബിറിനെ തെരയാൻ 2 ആളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞത് കളവാണ്. അബ്ദുല്ലാഹിബിൻ പറയുന്നത് അബ്ദുല്ലാഹിബിൻ ജയ്ഷിന്റെ നേതൃത്വത്തിൽ 8 പേരെ സംഘത്തെ റസൂൽ നിയോഗിച്ചത് കൊള്ളക്കാരെ തെരഞ്ഞു പോകാനാണെന്ന് പറഞ്ഞതും കളവാണ് നീ പറഞ്ഞത്. ആ പുസ്തകത്തിലുള്ളത് അബ്ദുല്ലാഹിബിൻ ജയ്ഷിന്റെ നേതൃത്വത്തിലുള്ള 8 പേരെ സംഘത്തെ നിയോഗിച്ചത്. ഞങ്ങൾക്ക് വായിച്ചുതരാം കേട്ടോ, നല്ലോണം കേട്ടോ. പറഞ്ഞ സംഭവം കുർസുബിൻ ജാബിറിന്റെ സംഭവം ഞങ്ങൾക്ക് വായിച്ചുതരാം.
ലിയാഖത്ത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ നുണ പറയരുത്. നുണ പറഞ്ഞ ഇടപെടും. നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് നുണയാണ്. അല്ല നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്ന് നിങ്ങൾ പുസ്തകം വായിക്ക്, അല്ലെങ്കിൽ ഞാൻ വായിക്കാം, അല്ലെങ്കിൽ നുണ പറയാം. ഞാൻ വായിച്ചതാണ്. ഒന്നെങ്കിൽ നിങ്ങൾ പുസ്തകത്തിൽ നിന്ന് വായിക്ക്, അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറയ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇതിലേതെങ്കിലും സ്വീകാര്യം? ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ നിങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് വായിക്ക് സുഹൃത്തെ. ഞാൻ വായിച്ചതാണ്. അല്ല നിങ്ങൾ ഒന്നുകൂടി വായിക്ക്, ഇതിലേക്ക് ഈ വോയിസിൽ വായിക്ക്, കേൾക്കട്ടെ. ഞാൻ പറയട്ടെ. ഞാൻ ലിയാഖത്തിന്റെ കഴിഞ്ഞോന്ന് ചോദിച്ചിട്ട് അത് പോരല്ലോ സുഹൃത്തെ, നുണ പറയാനല്ലല്ലോ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. കാണിക്കണം. ആ മാന്യത കാണിക്കുന്ന, മാന്യത എന്ന് പറഞ്ഞാൽ മാന്യത ഉള്ളവരോട് കാണിക്കേണ്ട സാധനമാണ്, നുണ പറയുന്നവരോടല്ല കാണിക്കേണ്ടത്. ഇനി ലിയാഖത്ത് പറഞ്ഞ കളവാണോ അല്ലേ എന്നുള്ളത് ഞാൻ അത് റെഡിയാക്കി തരാം. ഞാൻ പറയുന്നതിലുണ്ട്. അബ്ദുള്ളാഹിന്റെ നേതൃത്വത്തിൽ 8 പേര് സംഘത്തെ റസൂൽ നിയോഗിച്ചത് കൊള്ളയടിക്കാരെ തെരഞ്ഞു പോകാനാണ് എന്ന് ലിയാഖത്ത് പറഞ്ഞത് കളവാണ്. കൊള്ളയടിക്കാരെ തെരഞ്ഞു പോകാനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ വാദമാണ്. ഇത് ഈ നീ ഏതാണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങളാണ് നുണ പറഞ്ഞത് സുഹൃത്തെ, നിങ്ങളാണ് അങ്ങോട്ട് കൂട്ടിക്കുഴക്കുന്നത്. നീ ഒന്ന് റീഅടിച്ച് കേൾക്ക്. ആൾക്കാർ കേട്ടോളും. നീ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. ആ 8 പേരെ സംഘത്തെ നിയോഗിച്ചത് മക്കാരുടെ മുന്നേറ്റം, മക്കാരുടെ ഒരുക്കം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന്. അതായത് കുർസുബിന് ജാബിറിനെ തെരഞ്ഞിട്ടാണ് 8 അംഗ സംഘത്തെ നിയോഗിച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? കുർസുബിന് ജാബിറിനെ തെരഞ്ഞിട്ടാണ് നീ പറഞ്ഞില്ല. പക്ഷെ കൊള്ളയടി സംഘത്തെ കണ്ടുപിടിക്കാനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞപ്പോ അതിനോട് ഞാൻ ചോദിച്ചതാണ്. ഒന്നുകിൽ സംഭാഷണത്തിൽ ശ്രദ്ധിച്ചിരിക്കുക, ആവേശം കുറച്ചിട്ട് പറയണ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ കേട്ടോ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇനിയും തീരുമാനിക്കാം, നിങ്ങൾക്ക് ഇനിയും കേൾക്കാം. ഞാൻ പറയുന്നത് ആവേശം കുറച്ചിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്നും കൂടി ഫോക്കസ് ചെയ്യേ, അപ്പൊ ശരിയാവും. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം വളരെ ലളിതമാണ്, അതിന് ഉത്തരം പറയാതെ നിങ്ങൾ വേറെ എവിടെയോ പോവാണ്. അതിനുള്ള ഉത്തരം തന്നെ ഈ പറഞ്ഞു. എന്താണ് പറയും? നിയോഗിച്ചതിൽ ആ 8 പേരിൽ നിന്നാണ് 2 പേര് അവരുടെ കാണാതായ ഒട്ടകങ്ങളെ, അതായത് കുർസുബിന് ജാബിർ അടിച്ചുകൊണ്ട് പോയ സ്വത്തിലാണ് ഈ ഒട്ടകങ്ങൾ. ആ ഒട്ടകത്തെ തെരഞ്ഞ ആ 2 പേര് 8 പേരിൽ നിന്നാണ് 2 പേർ പോകുന്നത്. അത് തെറ്റാണ്, പുസ്തകത്തിലുണ്ട്. നീ വായിച്ചോ? ഞാൻ കളവ് പറയുകയാണെങ്കിൽ നീ ഏതായാലും വീഡിയോ വിടുമല്ലോ. അല്ല ഇപ്പൊ തന്നെ വായിച്ചോളൂ, ഇപ്പൊ തന്നെ തെളിയിച്ചു കൊടുക്കാം നിന്റെ ജനങ്ങൾക്ക്. കുർസുബിന് ജാബിറിനെ തെരഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് കുർസുബിന് ജാബിറിന്റെ കഥ പറയുന്നിടത്ത് അത് ആകെ 6-7 ലൈനുള്ളൊരു സംഭവമാണെന്നാണ് എന്റെ ഓർമ്മ. അതിന്റെ തൊട്ട് താഴെ തന്നെ അയാളെ തെരഞ്ഞിട്ട് മുഹമ്മദ് നബി സംഘത്തെ നിയോഗിക്കുന്നതും അവർ തിരിച്ചു വരുന്നതും വിശദീകരിച്ചിട്ടുണ്ട്. 5-6 ലൈനുള്ള ഒരു പാരഗ്രാഫാണ്. അതിലെങ്ങനെ നിങ്ങൾ നുണ പറയും? രണ്ടാമത് ഞാൻ പറഞ്ഞ സംഭവത്തിൽ, ആദ്യത്തെ ഗനീമത്ത് പിടിച്ചെടുക്കുന്ന സംഭവത്തിൽ പോയ ആളുകൾ തെരഞ്ഞു പോയത് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒട്ടകങ്ങൾ വഴിതെറ്റിപ്പോയതിനെ തെരഞ്ഞിട്ടാണ്. അങ്ങനെ എന്നാ ഈ കുർസുബിന് ജാബിറിന്റെ ഒട്ടകത്തിന് അയാൾ കൊണ്ടുപോയ ഒട്ടകത്തെ അന്വേഷിച്ചിട്ടാണ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മക്കയിലാണ് ഇവർ പോയത്. മക്കാരുടെ നീക്കം നിങ്ങൾക്ക് ആ ഒട്ടകങ്ങളെ കുർസുബിന് എങ്ങനെ തൊള്ളപ്പുട്ട് വേണ്ടെന്ന് ഞങ്ങളോട് തുടക്കം മുതലേ പറയുന്നുണ്ട്. കുർസുബിന് ജാബിർ കൊള്ളയടിച്ചു പോയി എന്ന് പറയപ്പെടുന്ന വസ്തുക്കൾ തെരഞ്ഞിട്ടാണ് ഇവര് 2 പേര് കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയത് എന്ന് നിങ്ങൾക്ക് എവിടുന്നാണ് തെളിവ് കിട്ടിയത്? മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാക്കാവുന്നല്ല, നിങ്ങൾക്ക് തെളിവുണ്ടോ? ഏതാണ്? മക്കയിലേക്കാണ് ജയ്ഷിന്റെ നേതൃത്വത്തിൽ, അബ്ദുള്ളാഹിന്റെ ജയ്ഷിന്റെ നേതൃത്വത്തിൽ 8 പേരെ സംഘം റസൂൽ നിയോഗിച്ച് മക്കയിൽ പോയിട്ട് അവരുടെ ഒരുക്കങ്ങൾ അറിയാനാണ്. ആരുടെ? കുർസുബിന് ജാബിറിന്റെ. മക്കാർക്കെതിരെ മക്കാർ മദീന നിവാസികൾക്കെതിരെ തയ്യാറെടുപ്പ്. അതായത് ഇനി ഒന്നുകൂടി അടങ്ങിക്കോ, ഇത് ഇന്നലത്തിന്റെ ബാക്കി മേടിക്കാൻ വന്നാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ തൊള്ളപടായി പറയാണ്, അല്ല നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നിന്ന് തെളിവല്ല. പുസ്തകത്തിൽ തെളിവുള്ളത് കുർസുബിന് ജാബിറിന്റെ സംഭവം വിവരിക്കുന്ന അതേ പാരഗ്രാഫിൽ കുർസുബിന് ജാബിറിനെ തെരഞ്ഞു പോയ മറ്റു ആളുകളെ കുറിച്ച്, ആ ടീമിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്, അവരുടെ പേര് പറയുന്നുണ്ട്. അവര് പോവുകയും അന്വേഷിച്ച് കണ്ടെത്താതെ തിരിച്ചു വരികയും ചെയ്തു. ആ സംഭവം അവിടെ അവസാനിച്ചു. ഇത് വേറെ സംഭവമാണ്. ഈ സംഭവം അയാൾ കൊള്ളയടിച്ചു കൊണ്ടുപോയ മുതലാണ് തിരിച്ചു പിടിച്ചത് എന്ന വാദത്തിൽ നിങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളക്കഥ മൊത്തം ഒപ്പിക്കുന്നത്. അത് യേശൂല. മനസ്സിലായോ? ഇനി പറഞ്ഞുതരാം, അതിന്റെ തെളിവും പറഞ്ഞുതരാം. പിന്നെന്താണ്? അവിടെയാണ് നീ ഇത് അങ്ങനെ തീരുമാനിക്കല്ലേ. പിന്നെന്താ നിങ്ങളെ ചോദ്യം എന്താ? കേൾക്ക്. ഒരു വാദം വെക്ക എത്ര നേരോ? കൊണ്ടുപോയ സ്വത്താണ് പിടിച്ചുകൊണ്ടുവന്ന് എനിക്ക് വാദമല്ല. പിന്നെന്താണ്? അതല്ലെങ്കിൽ കൊള്ളയാണ്.
അതാ പറയുന്നത്. അതല്ലെങ്കിൽ ഫ്രഷ് കൊള്ളയാണ്. അതെ, ആയിക്കോട്ടെ. ആ, കൊള്ളയടിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. നിനക്ക് വെക്കാം. ഞാൻ എന്റെ ചോദ്യങ്ങൾ തീർന്നില്ല. ചോദ്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങളത്തെ ഉത്തരമില്ലല്ലോ. ഇതിന് ഈ അബ്ദുള്ളാഹിബ്നു ജയ്ഷിന്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഒരാളെ വധിക്കുകയും 2 ആളെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തത്. ഒരാളെ അപ്പൊ ആ സംഘത്തിൽ നിന്ന് ഓടിപ്പോയി. എന്റെ ഒരു ചോദ്യം അതിനകത്തുണ്ട്, അത് ക്ലാരിറ്റി വരുത്തിട്ട് നിങ്ങൾ പോയിക്കോ. ഈ 4 പേരിൽ ആരെങ്കിലും ഒരാൾ ഖുർസ് ബിൻ ജാബിർ ആയിരുന്നോ? പറയുന്നത് നിങ്ങൾ പറയേ, എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, എന്താ നിങ്ങൾക്ക് സത്യം പറയാനൊരു മടി? ഈ 4 പേരിൽ ഒരാൾ ഖുർസ് ബിൻ ജാബിർ ആയിരുന്നോ? അതാണ് എന്റെ ചോദ്യം. ലിയാഖത്തെ, എനിക്ക് അങ്ങനെ ഒരു വാദമില്ല. ഖുർസ് ബിൻ ജാബിർ കൊണ്ടുപോയ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ഈ 8 പേർ സംഘം പോയതെന്ന് എനിക്കൊരു വാദമില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് രണ്ടും കോറിലേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യത്തിലേക്ക് നിന്നെ സമ്മതിക്കുന്നില്ല. ചോദിച്ചോളി. ആ ചോദിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ കേറി സംസാരിക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ വേറെ നുണ പറഞ്ഞ് വഴിയിൽ വട്ടത്തിൽ പോവുകയാണല്ലോ. ഒരാളെ വധിച്ചു, 2 പേരെ ബന്ധനസ്ഥനാക്കി, ഒരാൾ ഓടിപ്പോവുകയും ചെയ്തു, സമ്മതിച്ചു. അത് ഈ അവിടുന്ന് അവരുടെ അതാണ് ഇസ്ലാമിക സൈന്യം ആക്രമിച്ച് പിടിച്ചെടുത്ത ആദ്യത്തെ ഗനീമത്ത് സ്വത്ത്. അല്ല, അതുകൂടി പറയേ. ഈ പറയാം, പറഞ്ഞു. അത് ഞാൻ പറയാം, നീ പറയണ്ട. കാരണം നീ അണ്ടർലൈൻ ചെയ്ത് വെച്ച കാര്യമല്ല, എനിക്ക് പറയാതിരിക്കാൻ പറ്റും. പറഞ്ഞോളി. ഇങ്ങനെ അവരിൽ നിന്ന് ആ ഒട്ടകങ്ങളെയും തെളിച്ച് മദീനയിലേക്ക് പോയി. ഇതാണ് ആദ്യത്തെ ഇസ്ലാമിന്റെ ഗനീമത്ത് സ്വത്ത് എന്നാണ് അതിലുള്ളത്. ആ സ്വത്തുമായിട്ട് മദീനയിലേക്ക് വന്ന ഇവരെ റസൂല് എന്തായിരുന്നു റസൂലിന്റെ അവരോടുള്ള പ്രതികരണം? എന്തായിരുന്നു പ്രതികരണം? എന്തായിരുന്നു? ആ സ്വത്ത് എന്ത് ചെയ്തു? മുഹമ്മദ് നബി പറഞ്ഞയച്ചത് അതിനല്ലല്ലോ. മുഹമ്മദ് നബിന്റെ ഉദ്ദേശം വേറെ ആയിരുന്നില്ലേ? ചോദ്യത്തിന് ഉത്തരം പറ. എന്ത് കൊള്ള ചെയ്ത് പിടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം അല്ല, നിങ്ങൾ വായിച്ചോളി സുഹൃത്തെ, നിങ്ങൾ ഉത്തരം പറഞ്ഞോളിയും. കൊള്ളയടിച്ചു എന്ന് നിങ്ങൾ സമ്മതിച്ചു, ശരി. കൊള്ള മുതലുമായി മുഹമ്മദിന്റെ അടുത്തെത്തി. ഒരു മിനിറ്റ്. കൊള്ളയടിച്ചു എന്നുള്ളത് സമ്മതിച്ചു, ഓക്കെ. പറയട്ടെ കൊള്ളയടിച്ചു എന്നുള്ളതാണ് എന്റെ വാദം. അതിപ്പോ നിങ്ങൾ സമ്മതിച്ചില്ലേ? ഇനി നിങ്ങൾക്ക് എന്താ പറയാ അതിന്റെ മുകളിൽ പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞോളി. നിന്റെ വാദം കൊള്ളയടിച്ചു എന്നുള്ളതല്ല വാദം. അതാണ് എന്റെ വാദം. റസൂലിന്റെ അനുമതിയോടെ കൊള്ളയടിച്ചു എന്നാണ് നിന്റെ വാദം. റസൂലാണ് പറഞ്ഞയച്ചെന്നാണ് നിന്റെ വാദം. അതെ. അതിനുള്ള മറുപടി നീ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു, തീർന്നു. അതായത് സംഭവം ഉണ്ടല്ലോ. മുഹമ്മദ് നബി പറഞ്ഞയച്ചു, കൊള്ളയടിച്ചു, തിരിച്ചു വന്നു. എന്നിട്ട് കട്ടവന്റെ കൈ മുറിക്കണം എന്ന നിയമം ഈ സഹാബികൾക്കെതിരെ നടപ്പിലാക്കിയോ? ലിയാഖത്തെ, നീ വിട്ട പുസ്തകത്തിൽ നിന്നാ ലിയാഖത്തെ ഞാൻ പറയാ കൊള്ള മുതൽ എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞോളേ. നിങ്ങൾ സത്യോണ മാത്രമേ പറയുള്ളൂ. പറഞ്ഞ എങ്ങനെ? സത്യം കൂടിയാണ് പറയും. എന്നിട്ട് മുഹമ്മദ് നബി എന്ത് ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നിജമായിട്ടുള്ള സംഭാഷണം നിർത്താം. എന്തിനാ അത്ര പെട്ടെന്ന് നിർത്തുക? നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് നിർത്തല്ലേ? പെട്ടെന്ന് നിർത്തിയല്ലേ രസം ഉണ്ടാവില്ല. നീ അയച്ചു തന്ന പുസ്തകത്തിന്റെ പേജുകളിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ വായിച്ചോളേ. ഇങ്ങനെ ഈ അനുയായികൾക്ക് പറ്റിയൊരു തെറ്റ്, അത് ആദ്യമായിട്ട് വന്ന ആ സ്വത്തുമായിട്ട് വന്ന അവരോട് റസൂലിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ള മറുപടി നിന്റെ വായെന്ന് കിട്ടിയാൽ എന്തിനാ അതിന്റെ ആവശ്യം? നിങ്ങൾ വായിച്ചോളി. ഞാൻ അടിവരട്ടിന്റെ അടുത്ത വരിയിലുണ്ടാവും അത്. എന്താണ് പറയും? നിന്റെ വായിച്ചോളി. നിങ്ങൾ ഇങ്ങനെ ഇന്നെ കൊണ്ട് മാത്രം വായിച്ചെങ്ങനെ? നിങ്ങളോട് ഞാൻ കുറെ വായിക്കാൻ പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ വായിച്ചില്ലല്ലോ. എനിക്ക് ആവശ്യമുള്ള ഞാൻ വായിച്ചില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള വായിച്ചോളി. നീ ആണാണെങ്കിൽ അല്ല നിങ്ങളെ വായിച്ചോളി. എന്താ നിങ്ങൾക്ക് വായിച്ചാലേ? എന്താണെന്നുള്ള നീ ആണാണെങ്കിൽ പറ. നിങ്ങൾ വായിച്ചോളിയും. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയലോഗ് ഉണ്ട്, നീ പറിക്കുന്ന ആണി ഒന്നും ഉപയോഗപ്പെടൂല. അതേമാതിരി നീ കൊണ്ടുവരുന്ന തെളിവുകളൊന്നും വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ കൊള്ള മുതലുമായിട്ട് വന്ന ആൾക്കാരോട് അവിടെയുള്ള റസൂലിന്റെ പ്രതികരണം നീ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആണാ, നിന്നെ സമ്മതിക്കും. പറഞ്ഞുതരാം. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങളെ ഞാൻ യുദ്ധം പറഞ്ഞുതരാം. വായിച്ചുതരാം. ഞാൻ ആണാണെന്ന് സമ്മതിക്കണം. ഞാൻ ആണാണെങ്കിൽ നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ അപ്പം പറയും വേണം കേട്ടോ. ഒരു മിനിറ്റ് വായിച്ചുതരാം. എനിക്കങ്ങനെ ബേജാറുള്ള സാധനമേ അല്ല ഇതിനകത്ത്. ഓക്കെ. റസൂലും അവിടെ നിക്കരുത്, അള്ളാന്റെ അടുത്തേക്ക് പോണം കേട്ടോ. അതാണ്. അപ്പോ മുഹമ്മദ് നബി പറഞ്ഞു, യുദ്ധം ചെയ്യാൻ ഞങ്ങളെ പറഞ്ഞയച്ചിട്ടില്ലല്ലോ എന്നാണ്. അല്ലേ? അനുവാദം തന്നിട്ടുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടോ? അതന്നെ, അനുവാദം തന്നിട്ടില്ലല്ലോ എന്നാണ് യുദ്ധം ചെയ്യാൻ. ഒരു മിനിറ്റ്. അല്ല, ഞാൻ പറഞ്ഞത് കൊള്ളയടിച്ചു എന്നാണേ. യുദ്ധം ചെയ്തു എന്നല്ലേ പറയുന്നത്. എന്തിനാ അവിടെ നിർത്തണ? മുഴുവൻ വായിച്ചു തരാം. എന്തിനാ അവിടെ നിർത്തണ? ഞാൻ വായിക്കട്ടെ. നിങ്ങൾ എന്താ എങ്ങനെ ബേജാറായാലും എങ്ങനെ? നിങ്ങൾ അവിടെ ഞാനൊന്ന് വായിച്ചു തരാം. ഒന്നും വായിക്കാം.
നിങ്ങൾ വായിക്കാന്നേ, നിങ്ങൾ മുഴുവൻ വായിക്കട്ടെ. വായിക്കും. നിങ്ങൾ ഇങ്ങനെ വായിക്കണേന്റെ അടിയിൽ കയറരുത്. യുദ്ധം ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കൽപ്പന നൽകിയിരുന്നില്ലല്ലോ, നബി അവരോട് പറഞ്ഞു. അവർ ദുഃഖഭാരത്താൽ അല്ലെങ്കിൽ ദുഃഖപരവശരായി. അപ്പോഴാണ് സൂറ അൽ ബഖറയിലൂടെ അള്ളാഹു ഉണർത്തിയത്. താഴെ കൊടുക്കുന്ന വചനം അവതരിച്ചതിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് ഗുരുതരമാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തെ വിലക്കുന്നതും അവനെ ധിക്കരിക്കുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും തദ്ദേശീയരെ അവിടെ നിന്ന് ബഹിഷ്കരിക്കുന്നതുമാണ് അള്ളാഹുവിൽ കൂടുതൽ ഗുരുതരം. ഫിത്ന കൊലയേക്കാൾ ഗുരുതരമാണ്. ഇത് ആളെ കൊന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്, മുതൽ കൊള്ളയടിച്ചതിനെ കുറിച്ചല്ല. കഴിഞ്ഞില്ലേ? ആ, എന്താ കഴിഞ്ഞു? എന്നിട്ടാ മുതൽ എന്നിട്ട് എന്താ ചെയ്തത്? എന്നിട്ട് അതിനെന്താ ചെയ്ത്? അള്ളാഹു അതിനെ ലെജിറ്റിമൈസ് ചെയ്തു. ആ കൊള്ളയെയും കൊലയെയും എന്താണ് ഇതിലെവിടെ കൊള്ളയടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതില് നിങ്ങൾ ഗനീമത്തിനെ കുറിച്ച് പറയൂ സുഹൃത്തെ, ഗനീമത്തിനെ കുറിച്ച് പറ, കൊള്ളയെ കുറിച്ച് പറ. നിങ്ങൾ എന്തെങ്ങനെ നിങ്ങൾ ഇത്ര പേടിയാ? നിങ്ങൾക്ക് ഗനീമത്തിനെ കുറിച്ചാണ് എന്റെ സംസാരം. മുഹമ്മദിന്റെ സംഘം കൊള്ളയടിച്ച് നേടിയ സ്വത്തിനെ കുറിച്ചാണ് സംസാരം. അല്ല, ആ ഗനീമത്തിനെ കുറിച്ച് മുഹമ്മദ് നബി ഒരു കാമാന്നൊരു അക്ഷരം അതിനകത്ത് മിണ്ടിയിട്ടില്ല. പറയേണ്ട ആവശ്യമില്ല. ഒറ്റ ചോദ്യം മതി റസൂലിന്റെ. എന്ത് ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നില്ലല്ലോ, അപ്പൊ പിന്നെ അനുവാദം തയ്യാതെ അതൊരു കൊള്ളയടിക്കൽ, അത് തെറ്റായിരുന്നെങ്കിൽ അതിന് പണിഷ്മെന്റ് കിട്ടണ്ടേ? ചോദിക്കട്ടെ, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് എവിടെയാണ് കൊള്ളയെ കുറിച്ച് മുതലും പിടിച്ചടക്കുന്നതിനെ കുറിച്ച് എന്താണ് അതിന് വിലക്കുള്ളത്? പറയേ, ഇതിലെവിടെ കൊള്ളയെ കുറിച്ച് ഉത്തരം പറയുന്നില്ല. നേരത്തെയും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചതിന്. ഇവിടെ റസൂല് ചോദിക്കുന്നത് നിങ്ങൾക്ക് അതിന് ആരാണ് അനുവാദം തന്നതെന്ന്. അപ്പൊ റസൂൽ അനുവാദം കൊടുത്തത് എന്തിനായിരുന്നു? അബ്ദുല്ലാഹി സംഘത്തെ നിയോഗിച്ചത് കൊല്ലുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്, കൊള്ളയടിയെ കുറിച്ച് എന്തിനായിരുന്നു? അബ്ദുല്ലാഹി 8 പേരടങ്ങുന്ന സംഘത്തെ റസൂൽ നിയോഗിച്ചത് എന്തിനായിരുന്നു? മക്കാരുടെ കച്ചവട സംഘങ്ങളുടെ നീക്കം നിരീക്ഷിച്ച് തിരിച്ചു വരാൻ. നീക്കം നിരീക്ഷിക്കാൻ. അതെന്തിനാ? അതിന്റെ അടിയിൽ കൊള്ളക്കാര് ഇത് ഇങ്ങനെ മണ്ടനാവണോ? അതായത് വലിയ ഒരു കൊള്ളയ്ക്ക് മുൻപ് ചെറിയ തട്ടിപ്പറിക്കൽ നടത്തിയാല് അത് വലിയ കൊള്ളയെ ബാധിക്കും. സിമ്പിൾ അല്ലേ? അത് നീ പറയുന്നത്. ഞാൻ പറയണല്ലേ, ഇത് സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞു ആരോ വന്ന് കൊള്ളയടിച്ചു പോയി, അപ്പൊ അതിന് പകരമായിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അത് ചീറ്റിപ്പോയി. ആ ഒട്ടകത്തിനെ തെരഞ്ഞാണ് പോയത് എന്ന് പറഞ്ഞു. അത് കയ്യിന്ന് പോയി. അത് നിങ്ങൾ പറഞ്ഞു. ഈ ഓഡിയോ കേൾക്കുന്നവർ തീരുമാനിച്ചോളും. ഓഡിയോ കേൾക്കുന്നവർക്ക് ബുദ്ധിയുണ്ടല്ലോ, അവര് കേൾക്കുമ്പോ തീരുമാനിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു റസൂല് കൊള്ളയടിച്ചിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ സംഘം കൊള്ളയടിച്ച് സമ്പത്ത് കൈക്കലാക്കി എന്നുള്ള കാര്യങ്ങൾ സമ്മതിച്ചല്ലോ? ഇല്ല. ആ സ്വത്ത് എന്താ പിന്നെ ചെയ്തത്? ഇവര് പിടിച്ചുകൊടുന്ന സ്വത്ത് എന്താ ചെയ്തത്? അത് അനുവാദം കൊടുക്കാത്തൊരു സംഗതിയാണ്. എന്നിട്ട് അതെന്താ ചെയ്തത്? നിങ്ങളെ മക്കള് ഇപ്പൊ സ്കൂളിൽ പോയി വരുമ്പോ നിങ്ങളെ മക്കള് സ്കൂളിൽ പോയി വരുമ്പോ നിങ്ങൾ അവിടെ നിൽക്ക്. എന്നിട്ട് ആ സമ്പത്ത് എന്ത് ചെയ്തു? അവര് വളരെ വ്യക്തമായിട്ട് റസൂൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരാണ് ഇതിന് അനുവാദം ചോദിച്ചു. ശരി, സമ്മതിച്ചു. ശരി, സമ്മതിച്ചു. അത് കൊള്ളയടിക്കുന്നതിനെ കുറിച്ചല്ല, കൊലപ്പെടുത്തിയതിനെ കുറിച്ചാണ്. മക്ക ജനത മദീനക്കാരെതിരെ എടുക്കുന്ന നീക്കങ്ങൾ അറിയാനാണ് ഞാൻ നിങ്ങളെ വിട്ടയച്ചത്. ഈ കൊള്ളയടിയും ഈ മദീനക്കാർക്കെതിരെ എടുക്കുന്ന നീക്കങ്ങൾ നിങ്ങൾ എവിടുന്ന് വായിച്ചതാ? മദീനക്കാർക്കെതിരെ എടുക്കുന്ന നീക്കം നിങ്ങൾ എവിടുന്ന വായിച്ചേ? പിന്നെ നിങ്ങളോടൊരു ചോദ്യം, ഒരു തെളിവ് വേണ്ടേ സുഹൃത്തെ? ഒരു കാര്യം പറയുമ്പോ മദീനത്തുള്ള റസൂല് മദീനത്ത് നിന്ന് ഒരാളെ പറഞ്ഞേക്കുമ്പോ മദീനക്കെതിരെയുള്ള നീക്കല്ലാതെ പിന്നെ അവര് കച്ചവട സംഘവുമായി പറഞ്ഞുതരാം അത് പറഞ്ഞുതരാന്ന്. അത് അതിന്റെ തുടർ സംഭവങ്ങൾ നോക്കിയാൽ മനസ്സിലാവൂലേ? ആ മക്കാരുടെ കച്ചവട സംഘം പുറപ്പെട്ടോ, അതിൽ എത്ര ആളുണ്ട്, അതിൽ എത്ര സമ്പത്ത് ഉണ്ട് എന്ന് അറിയാനാ പറഞ്ഞത്. നീ പറഞ്ഞ ഇതിൽ ബുക്കിലുണ്ടോ? ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ഏതിലുള്ളത്? മദീനക്കാർക്കെതിരെ ഉള്ള നീക്കം പറയുന്ന പുസ്തകത്തിലുണ്ടോ? ഉണ്ട്. ഉണ്ട്. മുന്നിൽ വായിച്ചു പോയിക്കോളി. നിങ്ങള്. അപ്പൊ നിങ്ങൾ വെറുതെ തൊള്ളപടായി പറയാൻ വിളിക്കല്ലേ? അതുകൊണ്ട് നിങ്ങൾ പുസ്തകത്തിൽ സംസാരിക്കാനാവുമ്പോ വിളിക്ക് കേട്ടോ. 3 ചോദ്യങ്ങളോട് ചോദിച്ചു, കൊള്ളയടിച്ചു, നിങ്ങൾ സമ്മതിച്ചു. ആരാ ബഹളം ഉണ്ടാക്കണത്? ഒരു കാര്യം ലളിതമായിട്ട് ചോദിക്കാലോ. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് പറയാൻ ശ്രമിച്ചത് എന്താ? മുഹമ്മദ് നബിയുടെ സംഘം ഒരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, നിങ്ങൾ
റസൂലിന്റെ അനുവാദം മുഴുവൻ എങ്ങനെയാണ്? എന്തിനിങ്ങനെ അസ്വസ്ഥനാവണേ ആര്? നിങ്ങള്? ഞാൻ ഇല്ല, ചോദിച്ചത് എന്റെ പോയിന്റ് ഇതാ. ബഹളം ഒരു കാര്യം പറയട്ടെ സുഹൃത്തെ. എന്റെ വാദം മുഹമ്മദും സംഘവും മുഹമ്മദിന്റെ നിർദ്ദേശത്തിലും അല്ലാതെയും നിരവധി സംഘങ്ങളെയും ഗോത്രങ്ങളെയും കൊള്ളയടിച്ചിട്ടുണ്ട്. നിനക്ക് നിരവധി 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 അനവധി നിരവധി അനവധി നിരവധി കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരു മിനിറ്റ് കൊള്ളയടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും വരെ പിടിച്ചെടുത്ത് സ്വന്തം അണികൾക്ക് ലൈംഗിക അടിമകളായി വിതരണം ചെയ്തിട്ടുണ്ട്. കൊള്ളയുടെ ഭാഗമായിട്ട് പിടിച്ചെടുത്ത മനുഷ്യരുണ്ട്. മാറി മാറി ചാടരുത്, അവസാനം വെള്ളത്തിലേക്ക് വീഴും. ഒരു വീഴലുമില്ല. മുഹമ്മദ് നബി പേജാണ് നമ്മളെ വിഷയം. നീ എനിക്ക് തെളിവായിട്ട് 3 പേജല്ല എന്റെ വിഷയം. ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ തന്നതാണ്. സാമ്പിൾ അണ്ടർലൈൻ ചെയ്ത് വെച്ച ഭാഗങ്ങളാണ്. ബഹളം ഉണ്ടാക്കിയാണെങ്കിൽ എങ്ങനെ? അതുകൊണ്ട് എനിക്ക് അത് ചോദിക്കാൻ നിവൃത്തിയില്ല. ചോദിച്ചപ്പോ കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിക്കുന്നത് ആ കൊള്ള മുതൽ മുഹമ്മദ് നബി എന്ത് ചെയ്തു? അത് ആ പുസ്തകത്തിലില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് തിരിച്ചു കൊടുത്തയച്ചോ? തിരിച്ചു കൊടുത്തയച്ചോ ഇല്ല എന്നുള്ളതൊന്നും ഞാനിപ്പോ പറയാം. എനിക്ക് മോഷണം ചെയ്തവരെ കുറ്റത്തിന് ശിക്ഷിച്ചോ? പുസ്തകത്തിലില്ല. പക്ഷെ കൊള്ള ചെയ്തവരെ ശിക്ഷിച്ചോ? കൊള്ള ചെയ്തവരെ ശിക്ഷിച്ചോ? അവരെ ബന്ധനസ്ഥനാക്കിയവരെ കൊള്ള ചെയ്തവരെ ശിക്ഷിച്ചോ? കൊള്ള ചെയ്തവരെ മുഹമ്മദ് ശിക്ഷിച്ചോ? അവിടെ തന്നെ താമസിക്കുന്നു. ഒരാള് അത് ലളിതമാണ്. നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ സംഭവം ഇതുമായിട്ട് ബന്ധമില്ല. ഏകപക്ഷീയമായിട്ട് പറയാനാണ് നിങ്ങൾ വോയിസ് ക്ലിപ്പ് അങ്ങനെ ഇട്ടിരുന്നോ? നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. കാരണം നുണ പറയണതിനോടൊന്നും പ്രതികരിക്കൂല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതൊരു തുടക്കമാണ്. ഇതിനവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് മുഹമ്മദും സംഘവും നിരവധി ഗോത്രങ്ങളെ കൊള്ളയടിച്ചിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ഗോത്രങ്ങളെ വരെ പോയി ആക്രമിച്ച് അവരുടെ സ്വത്തുക്കളും കുട്ടികളെയും മക്കളെയും സ്ത്രീകളെയും വരെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ അണികൾക്ക് ഇതിൽ വീതം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് തന്ന അതേ പുസ്തകത്തിലുണ്ട്. അതായത് ഞാൻ തന്ന 4 പേജും കെട്ടിപ്പിടിച്ചിരിക്കാതെ ഒരു 10-250 ഉറുപ്പ്യ UA ടീമിനോട് നിങ്ങൾ സ്റ്റേജിലേക്ക് വാ, നാട്ടുകാരെ മുമ്പിലേക്ക് വാ, നാട്ടുകാരെ മുമ്പിലേക്ക് വാ, നാട്ടുകാരുടെ മുമ്പിലേക്ക് വാ, ലൈവിലില്ലെങ്കിൽ ഞാൻ കേൾക്കാൻ വേണ്ടി വരാം. നാട്ടുകാരുടെ മുമ്പിലേക്ക് പൊതുവേദിയിലേക്ക് വാ. പൊതുവേദിയിലേക്ക് വരാൻ നിങ്ങൾക്ക് എന്താ ബേജാറ്? നീ കൊണ്ടുവരുന്ന ഒരു തെളിവാവില്ല. നീ ഇതിന്റെ മുമ്പ് ഒരു തെളിവായിട്ട് വന്നല്ലോ. ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങൾ എന്തായി? ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങളെ കഥ നിർത്തിയത് ഇപ്പൊ നിങ്ങൾ ഏത് ഒരു വിവാഹം കഴിക്കാത്ത പെണ്ണിനെ കയറി പിടിച്ചു പിടിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കിതാബിൽ എഴുതിയിട്ടുള്ളൂ. വ്യക്തമായിട്ട് പറയും ചെയ്തു. അതെ. നിങ്ങൾ അബ്ദുള്ള അബ്ബാസിലെ ഖലീഫ വെച്ചോളി. നീ കൊണ്ടുവന്ന് ഇന്ന് വരെ അതൊക്കെ നാട്ടുകാർ കണ്ടതാണ്. വെറുതെ ഫസ്റ്റ് ആ ദിവസം നിന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ലിയാഖത്ത് നീ കൊണ്ടുവരുന്ന തെളിവുകൾ വിശ്വസിക്കൂല. നിങ്ങൾക്ക് തെളിവ് കിട്ടിയാലും നിങ്ങൾക്ക് വിശ്വസിക്കൂല. അതുകൊണ്ടാണല്ലോ